ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-ാം തിരുവചനം മുതൽ നാം വായിച്ചു തുടങ്ങുമ്പോൾ ഇപ്രകാരമാണ് കാണുക: അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. 4 കാര്യങ്ങളാണ് എടുത്തു പറയപ്പെടുന്നത്. 1. അപ്പോസ്തലന്മാരുടെ പ്രബോധനം. അപ്പോസ്തലന്മാരുടെ പ്രബോധനം അവർ കാണുകയും കേൾക്കുകയും അവർ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും പ്രബോധനത്തിൽ ജീവിക്കുകയും ചെയ്തിരുന്നു. പ്രബോധനം കാണുകയും കേൾക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു. കൂട്ടായ്മ അവർ സ്ഥിരതയോടെ പങ്കെടുത്തിരുന്നു. ഇന്ന് കൂടി നാളെ കൂടില്ല എന്നല്ല, സ്ഥിരതയോടെ. 3-ാമത് പറയുന്നത് അപ്പമുറിക്കൽ, വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ അവർ സംബന്ധിച്ചിരുന്നു. പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബത്തിലുള്ള പ്രാർത്ഥന, സഭയോട് ചേർന്നുള്ള പ്രാർത്ഥന, പൊതുവായ പ്രാർത്ഥനകൾ, ഇവയിലെല്ലാം സജീവമായ പങ്കാളിത്തവും സ്ഥിരതയിലും അവർ ജീവിച്ചിരുന്നു. 4 കാര്യങ്ങൾ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ വിശ്വാസം പഠിക്കലാണ്, അല്ലെങ്കിൽ വിശ്വാസം പഠിപ്പിക്കലാണ്. 2, അപ്പോസ്തലന്മാർ കൂട്ടായ്മയിലാണ് വിശ്വാസം ജീവിക്കുന്നത്. 3, അപ്പമുറിക്കൽ, വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. പ്രാർത്ഥന, വിശ്വാസം പരിപോഷിപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നാം തിരിച്ചെത്തണം. അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നാം നടന്നെടുക്കണം എന്ന് പറയുക. ദൈവീയമായ കൃപാവരത്തിൽ നമുക്ക് സ്ഥിരതയോടെ നിലനിൽക്കുന്നവരാകാം. ദൈവം നമ്മളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഈശോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിൽ നിലനിൽക്കുവാൻ നമ്മൾക്കെപ്പോഴും ശ്രമിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.